ഓക്കെ, ബിനോയ് വിശ്വൻ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു തർക്കത്തിന് നമ്മൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തർക്കത്തിന് നിങ്ങൾ നിന്നു കൊടുക്കുന്നില്ല എന്നതിനെ കുറിച്ചല്ല. LDFന്റെ ഒരു നിലപാട് എന്താണ്? ഏകകണ്ഠമാണ് എന്ന് താങ്കൾ പറയുമ്പോൾ ഭിന്ന സ്വരങ്ങൾ അതിനകത്ത് നിന്ന് കേൾക്കുന്നു. ഞാൻ ചോദിക്കുന്നത് സിമ്പിളാണ്, ഈ ചോദ്യം വളരെ സിമ്പിളാണ്. അതായത് PM ശ്രീ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണോ, അതോ PM ശ്രീയോട് നിങ്ങൾ അവസാനത്തെ കമ്പൊടിച്ചിട്ടോ ഇനി ആ പരിപാടിക്കില്ല എന്ന നിലപാടാണോ LDF സ്വീകരിച്ചിട്ടുള്ളത്, അതോ അത് മാറ്റി വെച്ചിട്ടേ ഉള്ളോ? ഞാൻ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ശിവൻകുട്ടിയുടെ പ്രസ്താവന വന്ന് തൊട്ട് പിന്നാലെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ എല്ലാ മാധ്യമങ്ങളും വന്ന് കാത്തു നിന്നിരുന്നു. ഞാൻ വരുമ്പോൾ അവർ വിഷയം ഉന്നയിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശിവൻകുട്ടി പറഞ്ഞ കാര്യം വളരെ ശരിയാണ് എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വം അല്ലെങ്കിൽ CPI ശിവൻകുട്ടിയെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നോ മറ്റോ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ CPMനെയോ ഞാൻ കൃത്യം ഓർക്കുന്നില്ല. CPMനെ ആയാലും ശിവൻകുട്ടിയായാലും CPI രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്ന് ശിവൻകുട്ടി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കി. രണ്ടായാലും ഞാൻ പറഞ്ഞു, ഞാൻ ശിവൻകുട്ടിയെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ആളല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സഖാവ് ശിവൻകുട്ടിയെ പോലൊരു നേതാവിനെ, എനിക്ക് ആദരവുള്ള നേതാവിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും രാഷ്ട്രീയം അദ്ദേഹം പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് CPIMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയാണ്. സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് MV ഗോവിന്ദൻ മാഷാണ്. അവർ പഠിപ്പിക്കട്ടെ, അല്ലാതെ PMCയെ സംബന്ധിച്ച് ശിവൻകുട്ടിയെ ഒന്നും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. അത് ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നമായിട്ടല്ല. ഞാൻ ചോദിക്കുന്നത് LDFന്റെ പൊസിഷൻ എന്താണ്? നിങ്ങൾ PMCയുടെ കമ്പൊടിച്ചിട്ടോ ഇനി PMCയിലേക്കില്ല എന്നാണോ, അതോ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടേ ഉള്ളോ? അതിലൊരു ക്ലാരിറ്റി തരാമോ? കാരണം ആ ക്ലാരിറ്റി അതേപ്പറ്റി LDF വൃത്തങ്ങൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അത് വീണ്ടും പറയാൻ ഞാനില്ല. എന്ന് വെച്ചാൽ ഇനി PMCയിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കില്ല എന്നാണ്. PMCയുടെ ഭാഗമല്ല കേരളം. അതിൻ്റെ അർത്ഥം സമഗ്ര ശിക്ഷ അഭിയാൻ, അതിൻ്റെ കേരളത്തിൻ്റെ രൂപമാണ് SSK. SSKയുടെ ഫണ്ട് കിട്ടിയേ തീരൂ കേരളത്തിന്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. വിദ്യാഭ്യാസ അവകാശ നിയമം. ആ നിയമത്തിലുള്ള ഭാഗമായിട്ടാണ് ഞങ്ങൾ SSIയെ കാണുന്നത്. ആ SSKയുടെ എല്ലാം ഫലമായിട്ട് നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് കടപ്പെട്ട ഫണ്ടുണ്ട്. ആ ഫണ്ട് ഏതെങ്കിലും കേന്ദ്രമന്ത്രിയുടെ തറവാട്ട് വകയല്ല. അത് ഇന്ത്യയുടെ പണമാണ്, ഇന്ത്യക്കാരുടെ പണമാണ്. ആ പണത്തിൻ്റെ അർഹതപ്പെട്ട വിഹിതം കേരളത്തിന് കിട്ടിയേ തീരും. അത് കിട്ടാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് രാഷ്ട്രീയമായും നിയമപരമായും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ചെയ്യും. അത് SSKയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, അതായത് PM ശ്രീ SSKയുടെ ഫണ്ട് അലോക്കേഷൻ ഇഷ്യൂ മുൻനിർത്തിക്കൊണ്ട് PMC റീഓപ്പണിംഗ്. ഞാൻ പൂർത്തിയാക്കാമോ? പ്ലീസ് പൂർത്തിയാക്കാമോ? ഞാൻ പൂർത്തിയാക്കുന്നു. അതുകൊണ്ട് നിങ്ങളോ മറ്റാരെങ്കിലുമോ SSKയെയും PMCയെയും തമ്മിൽ കൂട്ടിക്കെട്ടി, SSKയുടെ ഫണ്ടിനെയും PMCയെയും തമ്മിൽ കൂട്ടിക്കെട്ടി ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ പറയും SSK PMC രണ്ടും തന്നെയാണ്. അതിനെ കൂട്ടിക്കെട്ടിയത് BJP ഗവൺമെൻറ്റാണ്. SSKയുടെ ഫണ്ട് വേണമെങ്കിൽ PMCയിൽ തലവെച്ച് കൊടുക്കാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് RSS തന്ത്രമാണ്. അതുകൊണ്ട് ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് SSK ഫണ്ടിനെയും PMCയെയും തമ്മിൽ കൂട്ടിക്കെട്ടുന്ന നീക്കത്തിലേക്ക് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നീക്കത്തെ രാഷ്ട്രീയമായിട്ട് CPIയോ CPMോ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് തന്നെ നമുക്ക് മിത്രമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തമിഴ്നാട് ഗവൺമെൻറ്, DMK ഗവൺമെൻറ്, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിയമയുദ്ധത്തെ നമ്മളെല്ലാവരും താല്പര്യപൂർവ്വം നോക്കിക്കണ്ടത്. ആ നിയമയുദ്ധത്തിൽ തമിഴ്നാട് ഗവൺമെൻറ്റിന് ഒരു ഘട്ടത്തിൽ വിജയമുണ്ടായിട്ടുണ്ട്. ഇനിയും ഘട്ടങ്ങളുണ്ടാകും. ഒരുപാട് നിയമപരമായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സൗണ്ടായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, രാഷ്ട്രീയമായും നിയമപരമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ SSK ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന നീക്കത്തെ ചെറുക്കാനും തോൽപ്പിക്കുവാനും കഴിയുമോ എന്നാണ് നാം ആരായേണ്ടത്. അല്ലാതെ
നമ്മൾ ചാടിക്കേറിയിട്ട് PMC ഫണ്ടിൽ തലവെച്ച് കൊടുത്തിട്ട് BJP ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു RSS കാര്യപരിപാടി നടപ്പിലാക്കാൻ നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, PMCയുടെ ഉടമ്പടി രേഖയിൽ തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ ലക്ഷ്യം NEP നടപ്പിലാക്കലാണെന്ന്. NEPയെ ഷോക്കേസ് ചെയ്യലാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്ന PMCകൾ തലവെച്ച് കൊടുത്താലേ SSK ഫണ്ട് തരുമെന്ന് ചിന്തിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചാലും ആ ശ്രമം രാഷ്ട്രീയമായി തന്നെ തെറ്റാണെന്നാണ് ഞങ്ങളുടെ വിനീതമായ കാഴ്ചപ്പാട്. ഓക്കെ, അതെന്ന് വെച്ചാൽ താങ്കൾ പറയുന്ന മറുപടി ശ്രീ വി ശിവൻകുട്ടിയോടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇനി SSKയുടെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ ആരും പഴി പറഞ്ഞേക്കരുത് എന്ന മട്ടിൽ അദ്ദേഹം പ്രതികരിച്ചു കണ്ടല്ലോ. അപ്പോൾ PMCയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ മറ്റു ഫണ്ടുകളും തരില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധമായ ചില കീഴ്വഴക്കങ്ങളോട് വിധേയപ്പെടാൻ പോകുന്നു എന്ന പ്രശ്നം ഉന്നയിക്കുകയാണ് താങ്കൾ. അങ്ങനെ വിധേയപ്പെടേണ്ട കാര്യമില്ല, അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഏർപ്പാടാണ്, അത് ചെയ്തില്ലെങ്കിൽ ഇത് തരില്ല എന്ന പരിപാടി. ഇനിയൊരു വാചകം അങ്ങോട്ട് ഞാൻ പറയട്ടെ. യെസ്, PMCയെ പറ്റി സാമാന്യമായിട്ട് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കിനിയും ചോദ്യം ബാക്കിയുണ്ടാകും, പക്ഷെ ഇതിനപ്പുറം ഇതേപ്പറ്റി പറയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഈ PMC പോർഷൻ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും. ഒറ്റ ചോദ്യം കൂടി ചോദിക്കാൻ കോമ്രേഡ് എന്നെ അനുവദിക്കണം. ഒറ്റ ചോദ്യം കൂടി. PMC എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ അജണ്ടയിൽ ഇനിയില്ല എന്നാണ് താങ്കൾ ഖണ്ഡിതമായി പറയുന്നത്. താങ്കൾ തീർത്തു പറയുക. ചില കാര്യങ്ങളെല്ലാം അങ്ങനെ പറയേണ്ട കാര്യമില്ല. സംതിങ് ഈസ് വെരി ക്ലിയർ, ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. യെസ്, അതിനകത്ത് വേറെ ആശയക്കുഴപ്പമൊന്നും ഇനി വേണ്ടതില്ല എന്നാണ് ആർക്കും. CPIക്കില്ല. LDFനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. CPI പറ്റിയാണ് ഞാൻ പറയുന്നത്. താങ്കൾ പക്ഷേ CPI നേതാവ് മാത്രമല്ല, LDFനെ കുറിച്ചാണ് താങ്കൾ LDFന്റെ പൊതു താല്പര്യത്തെ കുറിച്ച് LDFന്റെ പൊളിറ്റിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. And CPI is an inevitable component of the LDF. Yes. CPI is the party which played a crucial role in the making of the LDF. LDFന്റെ ജനനത്തിലും വളർച്ചയിലും മഹത്തായ പങ്ക് വഹിച്ച പാർട്ടിയാണ് CPI. അതുകൊണ്ട് ആ CPIക്കുള്ള നിലപാട് ഇതാണ്.